എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാശ്മീർ സീരീസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഗുൽമാർഗിൽ പോയിട്ട് അവിടുത്തെ ഫേസ് 1 ഫേസ് 2 ഗുണ്ടോല കേബിൾ കാർ എക്സ്പ്ലോറേഷനും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനഗറത്തെ ആപ്പിൾ തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കാശ്മീർ കുറച്ചും കൂടി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം കൂടി കൂടുതൽ കാശ്മീരിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്നും അവിടുന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ജാമിയ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജാമിയ മസ്ജിദിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ജാമിയ മസ്ജിദിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന പോലെ തന്നെ, എല്ലാ യാത്രയിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇന്നും ഞങ്ങൾക്ക് വഴിതെറ്റി യു ടേൺ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ട്രിപ്പിലും ഒരു യു ടേൺ നിർബന്ധം. താങ്ക് യു. താങ്ക്സ് പറയടാ, പാവം ഹെൽപ്പ് ചെയ്തത്. നല്ല ഡീസൻ്റ് ആയിട്ടാണ് പറയുന്നത്. വഴിയൊക്കെ തെറ്റി ആപ്പ് പറഞ്ഞു തന്ന വഴി കൂടെ പോയി ഏതോ ഒരു ഗലിയിൽ പെട്ട ഞങ്ങൾക്ക് ഒരു കാശ്മീരി അപ്പം വഴിയൊക്കെ പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ വഴിയിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇന്നും ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഒരു വണ്ടി പുറകിലുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്ത് വരികയാണ്. ഇത് കണ്ടോ, ഇവരുടെ ഖബർ. അത് ചേച്ചി കണ്ടോ, ഖബർസ്ഥാൻ കണ്ടോ? ഇത് ആൾക്കാർ സത്യം ശ്മശാനത്തിന് 2 ശ്മശാനത്തിന് നടുക്കാണ് നമ്മൾ പോകുന്നത്. 2 സൈഡും ഇവരുടെ ഖബറാണ്. ആരും മരിച്ചിട്ടുണ്ട്, പ്രാർത്ഥന നടക്കണം. കണ്ടോ? ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ഏറ്റവും വലിയ മോസ്കായ ജാമിയ മസ്ജിദിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾഡ് ശ്രീനഗർ സിറ്റിയിലെ നവാട്ട എന്നുള്ള സ്ഥലത്താണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഗോഡയൊക്കെ പോലെ ഉണ്ടല്ലേ സാറേ, ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ പോലെ അല്ലേ? നോക്കാം അതിൻ്റെ മുകളിൽ വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതേ പൈൻ ട്രീ ചേച്ചി. നമുക്ക് പെഹൽഗാമിൽ പോകുമ്പോൾ അതിൻ്റെ കായ പറക്കണം. ഇന്നലെ വഴിയിലൊക്കെ എത്ര വീണ് കിടക്കുന്നുണ്ട്. അതെയാ. 1400 AD സുൽത്താൻ സിക്കന്ദറാണ് ഈ മസ്ജിദ് പണി കഴിപ്പിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര പഴക്കം ചെന്ന ഒരു മോണുമെൻ്റാണ് ഇതെന്നുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഒരു യുണീക്ക് കൺസ്ട്രക്ഷനാണ്. 370 വുഡൻ പില്ലേഴ്സിൽ ഇൻഡോ സരാസൻ ആർക്കിടെക്ചറിലാണ് ഈ പള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1400 AD അദ്ദേഹം ഈ പള്ളി പണി കഴിക്കുന്ന സമയത്ത് ഇത് ഇത്രയും വലുതായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സൈനുലാബ്ദീൻ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, വിശ്വാസികൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനയ്ക്ക് സ്ഥലമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 33,333 പേർക്ക് അറ്റ് എ ടൈം ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാവും വിധത്തിൽ പിന്നീട് അദ്ദേഹം ഈ പള്ളിയുടെ വലിപ്പം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ അകത്ത് കയറുമ്പോഴത്തേക്കും അവിടെ ഷൂസ് റിമൂവ് ചെയ്യണമെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തലയിൽ ഷോൾ ഇടണം എന്നുള്ളതും. അപ്പോൾ ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ 2 പേര് നിൽക്കുന്നുണ്ടായിരുന്നു, മൗലവീനൊക്കെ പോലത്തെ. അപ്പോൾ അവർ പറഞ്ഞു ഈ ജീൻസും ഷോർട്ട് സ്ലീവ് ഡ്രസ്സും ലേഡീസിന് അലോഡല്ല. അപ്പോൾ അവർ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പർദ്ദ കൊടുത്തു. അപ്പം ചേച്ചിയും കുഞ്ഞും ഷോർട്ട് സ്ലീവ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ പർദ്ദ കൊടുത്തു. പിന്നെ എനിക്കും ചേച്ചിക്കും അതിൻ്റെ ആവശ്യമുണ്ടായില്ല. ഞങ്ങൾ ഏതാണ്ട് ഫുൾ സ്ലീവ് മാതിരിയുള്ള ചുരിദാർ ഇട്ടത് കാരണം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഹനി കുഞ്ഞായ കാരണം ഹനിക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ 3 പേരും ഡ്രസ്സിൻ്റെ മുകളിൽ പർദ്ദ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് പോവാണ്. നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ പ്രെയർ ഹാളിലേക്കാണ് കയറി ചെല്ലുന്നത്. ഇത് ആക്ച്വലി ഒരു ഫ്രൈഡേ മോസ്കാണ്. അതായത് വെള്ളിയാഴ്ചകളിൽ ഇവിടെ ധാരാളം വിശ്വാസികൾ ഒത്തുചേർന്ന് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പറഞ്ഞല്ലോ 370 തൂണുകളിൽ ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ചെയ്ത ഒരു കൺസ്ട്രക്ഷനാണിത്. അപ്പോൾ അത്രയും ആർക്കിടെക്ചറൽ മാർവലസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ മോസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്രയും ഇൻട്രിക്കേറ്റായ വുഡൺ കാർവിങ്സും കൊത്തുപണികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. റൂഫൊക്കെ നിങ്ങൾ നോക്കൂ, അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോറിൽ മുഴുവനായിട്ട് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക്
നമസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരിക്കും. അപ്പം ഞങ്ങൾ പോയത് ഫ്രൈഡേ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കണം. പക്ഷേ ഈ പള്ളി എന്ന് പറയുന്നത് നേരത്തെ പഴയ കാലങ്ങളിലൊക്കെ ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സിഖ് രാജവംശം ഭരിച്ചിരുന്ന സമയത്ത് കുറച്ച് നാൾ ഈ പള്ളി അടച്ചിട്ടിട്ടുണ്ടായിരുന്നേ. പ്രെയർ ഹാൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കടന്ന് ചെല്ലുന്നത് ഒരു ക്യൂബിക് ഫോമിലുള്ള ഒരു ഹാളിലേക്കാണ്. അവിടെ നിറയെ ഗാർഡനൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ഉണ്ട്. നേരെ നമ്മൾ നോക്കുമ്പോൾ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാം. ഇത് എല്ലായിടത്തും ഉള്ള പോലെ, ശ്രീനഗറിൽ എല്ലായിടത്തും ഉള്ള പോലെ ഒരു ചിനാർ മരം ഇവിടെയുണ്ട്. അപ്പോൾ ഈ പള്ളിക്ക് 3 എൻട്രൻസ് ആണുള്ളത്. ഇപ്പം നമ്മൾ വന്നത് സതേൺ എൻട്രൻസിലാണ്. അതുകൂടാണ്ട് ഈസ്റ്റിലും വെസ്റ്റിലും കൂടി ഓരോ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ആ നോർത്ത് സൈഡിലുള്ള എൻട്രൻസിൽ കൂടെ നമുക്ക് പ്രവേശനമില്ല. അങ്ങനെ 3 പ്രവേശന വഴികളാണ് ഈ മോസ്കിലേക്കുള്ളത്. ഇതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശ്രീനഗറിൽ വരുന്ന സഞ്ചാരികൾക്ക്. പക്ഷേ അതേസമയം ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരുടെ വളരെ പ്രധാനപ്പെട്ട പുണ്യമായി കരുതുന്ന ഒരു മോസ്കാണിത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പാപങ്ങളൊക്കെ പോയിക്കോളും എന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആർക്കിടെക്ചറൽ മോണുമെൻ്റ് ഉള്ളതിനപ്പുറം ലൈവായിട്ടുള്ള ഒരു ആരാധനാലയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അവരുടെ രീതികളനുസരിച്ച്, അവരുടെ സംസ്കാരം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവിടെ അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് പോലെ ഷൂസൊക്കെ അഴിച്ചു വെച്ച്, ഹെഡ് കവർ ചെയ്ത്, സ്ലീവ്സൊക്കെ കവർ ചെയ്ത്, അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ രീതികളുമായിട്ട് അബൈഡ് ചെയ്തിട്ട് വേണം അതിൽ മോസ്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പം നമ്മൾ അവരുടെ ആർക്കിടെക്ചറൽ മാർവലസ് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അവരുടെ രീതികളുമായിട്ട് ചേർന്ന് പോവുകയും വേണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് അകത്തേക്ക് ഇവരുടെ പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ പോവുകയാണേ. നോക്കുക, റെഡ് റോസ്, പിങ്ക് റോസ്, അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കോട്ടയൊക്കെ പോലെ ഉണ്ട് അല്ലേ? കാണുമ്പോൾ കോട്ടയൊക്കെ പോലെ. അങ്ങോട്ട് പോയിരിക്കില്ലേ? അതെന്താ എഴുതിയേക്കുന്നോ? വെനസ്ഡേ ആണ് 10 മണി സമയം. ഇത് മറ്റേ അറബിക് ടൈം. ആ, പ്രാർത്ഥനാ ഹാളായിരിക്കും അല്ലേ? ഇവർ നിസ്കരിക്കുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ. ചോദിച്ചു നോക്കാം. भाई ये आपका प्रेयर टाइमिंग लिखा हुआ है क्या? हाँ, ये नमाज का टाइमिंग। नमाज का टाइमिंग, ठीक है ठीक है। ये प्रेयर हॉൾ आप नमाज इधर करते हैं. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവരുടെ ഓരോ സമയത്ത് നമസ്കാര സമയമാണ്. ഇപ്പോൾ ഇവർ സുബ്ഹി, അസർ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംസിന് ഓരോ നിസ്കാര സമയമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സമയമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ പ്രെയർ ഹാള്, നിസ്കരിക്കുന്ന സ്ഥലമൊക്കെയാണേ. ഞങ്ങളതൊക്കെ കണ്ടു. 50-50. ഹനി 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 ഈ കബൂത്തർ, ഈ കബൂത്തറിനെ പറപ്പിക്കാമല്ലോ നമുക്ക്. വാ ഹനി, വാ ഇവിടെ വാ. ഈ കബൂത്തർ പറക്കുന്നുണ്ടോ? നോക്ക് നോക്ക്, കബൂത്തർ പറക്കും. അത് ഒഴുകുന്ന വെള്ളമല്ല, അതിന് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് അത്രയും അഡ്മയർ ചെയ്യാൻ തോന്നുന്ന വിധം ഭംഗിയായിട്ടുള്ള ആർക്കിടെക്ചറും ഗാർഡൻ്റെ കൺസ്ട്രക്ഷനൊക്കെയാണ് ഇവിടെ ഉള്ളത്. പൈസ ഇടുന്ന സ്ഥലം കണ്ടോ? ദാൻ പാത്രം, വെള്ളത്തിൽ ചോട്ടല്ലമ്മ. ദാൻ പാത്രം കുഞ്ഞാ.
ചോട്ട് സൂക്ഷിക്കണേ. പോയിന്ന് ഇതുവഴി അങ്ങനെ നടന്ന്. ഇത് കണ്ടോ ഹനി, ലെമണ്ട് ട്രീ വെട്ടി വെച്ചേക്കുന്നുണ്ടോ? ഭംഗിക്ക്. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഗാർഡനിൽ പോയപ്പോൾ അവിടെ ഇത് എന്താണ്, ഹനി അത് നോക്ക്. വാ കാർപ്പറ്റ് കുഞ്ഞ്. ഇവിടെയാണ് ഇവർ നിസ്കരിക്കുന്ന സ്ഥലം. അവിടെയും എല്ലായിടത്തും. ഇവിടെ കുറേ ആൾക്കാർ വരുന്ന പള്ളിയാ. അപ്പളേ കുറേ ആൾക്കാർ വരും നിസ്കരിക്കാൻ. അപ്പം ഞങ്ങൾ പള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് ആ ഡ്രസ്സൊക്കെ അവിടെ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കുകയാണേ. അതെന്താ നോക്കട്ടെ. ഇതിന്റെ ഹിസ്റ്ററി അല്ലേ? എനിക്ക് വേണോ? അതാ തരുന്നുണ്ട് ഹനി, വാങ്ങിച്ചോ. താങ്ക് യു അയ്യ. ജാമാ മസ്ജിദ് ശ്രീനഗർ കാശ്മീർ കണ്ടോ. അപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും അവർ നമുക്ക് പള്ളിയുടെ ചരിത്രം വ്യക്തമാക്കുന്ന ഒരു ബുക്ക്ലെറ്റൊക്കെ തന്നു. അപ്പോൾ അതുകൂടാണ് നമ്മൾ ഈ എൻട്രൻസിൻ്റെ 2 സൈഡിലുമായിട്ട് മാർബിൾ ഫലകത്തിൽ പള്ളിയുടെ കൺസ്ട്രക്ഷൻ മുതലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒരു സൈഡിൽ ഉറുദുവിലും ഒക്കെ ആയിട്ട്. ഈ പള്ളിൻ്റെ ഔട്ടർ വാൾ കടന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിറയെ കടകളുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആവാറായി. അപ്പോൾ ഞങ്ങൾ ആ കടയൊക്കെ ഒന്ന് വെറുതെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹനിക്ക് ഒരു ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഒരു ദിവസം എക്സ്ട്രാ ശ്രീനഗറിൽ താമസിച്ചല്ലോ. അപ്പം ഹനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നത് ഒരെണ്ണം കുറഞ്ഞു പോയി. പിന്നെ നമ്മൾ 2 ദിവസം പെഹൽഗാമിലും കൂടി സ്റ്റേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രസ്സില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഹനിക്ക് സങ്കടമായി, കരച്ചിലൊക്കെ ആയി. അപ്പം ഹനിക്ക് ഇവിടെ ഡ്രസ്സ് ഉണ്ടോ നോക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടുന്ന് ഡ്രസ്സ് കിട്ടിയില്ല. അവിടെ വലിയവർക്കുള്ള ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൂടാണ്ട് എല്ലായിടത്തും ശ്രീനഗറത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് കടകളും ഹാൻഡിക്രാഫ്റ്റ്സ് കടകളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ വാൽനട്ട് അക്രൂട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇവിടെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് സാമ്പിൾ കഴിക്കാനൊക്കെ തന്നേ. ഹനി അത് പാക്ക് ചെയ്താണിത്. ये क्या है भैया? ये कश्मीरी मसाला है, mixture of 25 spices. You can mix in this all kinds of gravies like biryani, sambar, aloo, smell. നല്ല മണമുണ്ട്. It's a mixture of all spices. വാങ്ങിക്കാം. ഇനി നല്ല കുഞ്ഞായിരിക്കണേ. നോക്കാതാ ഹനി, ടേസ്റ്റ് ചെയ്യാണെങ്കിൽ നോക്കി. അതെ എല്ലാവർക്കും തരും. അതിനകത്ത് 2 ആളും കഴിച്ചോ. ഏതിനാണ് മോളെ 5000? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈഡ് സ്ട്രോബെറിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കട അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ 3 പേരും പോയി. അപ്പോൾ ആ സമയത്ത് മസ്ജിദിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രീറ്റിലും ഇതേപോലെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ആ കടയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നേ. അധികവും ഡ്രസ്സിൻ്റെ കടയാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ മോസ്റ്റ്ലി കിട്ടുന്നത് ഇവരുടെ ഹിജാബ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് കാശ്മീരി സ്റ്റൈൽ ഓർണമെൻറ്റ്സൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല.
ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കട അടുത്ത് നോക്കിയിട്ട് അടുത്തൊന്നും നല്ല കടകളൊന്നും കണ്ടുമില്ല. അത് കാരണം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മലയാളി കടയിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെയും കുറച്ച് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയ 1-2 മസ്ജിദൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അതും കൂടി കാണാം. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു നല്ല ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷൻ, അത് ഷ്രൈൻ നക്ഷബന്ദ് സാഹിബ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, കോമ്പൗണ്ടിൻ്റെ അകത്ത്. ഇപ്പോൾ പൊതുവെ മുസ്ലിം പള്ളികളിൽ അതില്ലല്ലോ. അത് കാരണം പിന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല. ഇനി പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇത്, സ്ട്രീറ്റ് ഫുഡ്സ്. അപ്പോൾ നോക്കൂ, പല ടൈപ്പിലുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ട്രാഫിക്കുള്ള സ്ഥലമാണ്. അത് കാരണം പിന്നെ ഞങ്ങൾ ഇന്നും വൈകിട്ട് വരുമ്പോഴെങ്ങാനും നോക്കാമെന്നും പറഞ്ഞ് പോവാണ്. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങി ഇതെന്താണെന്ന് അറിയാമെന്നുള്ള അത്രയും ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് സ്നാക്സും സ്വീറ്റ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സൂഫി ഷ്രൈനാണ്, 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ദസ്തഗീർ സാഹിബ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദനീയമാണ്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഞങ്ങളുടെ ഹോം സ്റ്റേ ഓണർ അവിടെയും കൂടി സന്ദർശിക്കണം, അതും ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അതിൻ്റെ എൻട്രൻസ് ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളത് കാണാണ്ട് വെച്ചു. പിന്നെ ഓൾറെഡി ഒരു മോസ്ക് വിസിറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഇതും അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ കൊണ്ട് നല്ല ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി സന്ദർശിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ വളരെ കൺജസ്റ്റഡായ അത്രയും ട്രാഫിക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അത് സന്ദർശിക്കാൻ വേണ്ടി പിന്നെ ഇവർക്കാർക്കും അത്ര ഇൻട്രസ്റ്റും ഉണ്ടായില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ പോയില്ല. ഇനിയിപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസിദ്ധമായ ദർഗയുണ്ട്, ദർഗ ഹസ്രത്ത് പാൽ പറഞ്ഞിട്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിൻ്റെ നടുവിലൊരു ഐലൻഡ് ഉണ്ട്. അങ്ങനത്തെ കുറേ അട്രാക്ഷൻസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദസ്തഗീർ സാഹിബിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ല, അതിൻ്റെ പുറത്തൊക്കെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി മനസ്സിലാക്കാൻ സാധിക്കണ്ടേ. പക്ഷെ എന്തായാലും അതിൻ്റെ അകത്ത് കയറാൻ സാധിച്ചില്ല. ഇനിയൊരു പ്രാവശ്യം പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇനി ദർഗ ഹസ്രത്ത് പാൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും മലയാള റെസ്റ്റോറൻറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. വിശപ്പിൻ്റെ ആധിക്യം കാരണം കഴിച്ച് തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ഇത്തിരി വിശപ്പൊക്കെ മാറിയപ്പോഴാണ് വീഡിയോ എടുത്തത്. ഞങ്ങൾ ഉപ്പുമാവ്, ആലു പൊറോട്ട, ദോശ, നോർമൽ പൊറോട്ട ഒക്കെ കഴിച്ച് ഒരു ചായയും കുടിച്ച് ഇനി ഇവിടെ നിന്ന് ദർഗ ഹസ്രത്ത് പാൽ കാണാൻ പോവാണ്. ഇനി നമുക്ക് ഹസ്രത്ത് പാൽ ദർഗയിലത്തെ കാഴ്ചകളും അവിടുത്തെ ലേക്കും ഐലൻഡും ഒക്കെ ആയിട്ട്, ഐലൻഡിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.